നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ലോട്ടറി നേടാൻ അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്കറിയാം ഈ വീഡിയോയിലൂടെ. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് എല്ലാവരും ഇതൊന്നും പറഞ്ഞൊന്നും തരത്തൊന്നുമില്ല. പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടും പിന്നെ സംഖ്യാശാസ്ത്രപരമായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതൊക്കെ ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്, മിസ്ഡ് കാൾ അടിക്കുകയും ചെയ്യരുത്. പകരം ദയവായി ഞങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവായി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഇപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യുക. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. ഓക്കെ. അപ്പോൾ ലോട്ടറി കിട്ടാൻ ഭാഗ്യ നമ്പർ അറിയണം, നിങ്ങളുടെ ഭാഗ്യ നമ്പർ. അതുപോലെ ഭാഗ്യ ഡേറ്റ്, ഏത് ഡേറ്റിലെടുക്കണം. അതുപോലെ ഏത് ആണ് നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രം. ഇതെല്ലാം കൂടെ ഒത്തു വരുമ്പോൾ വേറൊരു സംഭവമുണ്ട്, സമയം. രാഹുകാലത്തൊക്കെ പോയി ലോട്ടറി എടുക്കരുത്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും നല്ല മുഹൂർത്തം, ലോട്ടറി എടുക്കാൻ പറ്റിയ മുഹൂർത്തം, അതായത് കല്യാണത്തിനും വീട് പാലുകാച്ചിനും ഓരോ ബിസിനസ് തുടങ്ങുന്നതിനൊക്കെയാണ് ഓരോരുത്തർ ഇത്രയും കാലം മുഹൂർത്തം നോക്കിയിരുന്നത്. പക്ഷേ ബമ്പർ എടുക്കാൻ മുഹൂർത്തം, ലോട്ടറി എടുക്കാനും മുഹൂർത്തം. അതുപോലെ ഡേറ്റ്, നിങ്ങളുടെ ഭാഗ്യ നമ്പരും ഭാഗ്യ ഡേറ്റ്, ഭാഗ്യ നക്ഷത്രങ്ങൾ, 27 നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഏത് നക്ഷത്രത്തിൽ നിങ്ങൾ ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കും എന്നൊക്കെ അറിയാം. പിന്നെ അത് മാത്രമല്ല, ബേസിക്കായിട്ട് നിങ്ങളുടെ ഗ്രഹനിലയിൽ ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടോ. ഓക്കെ. അതുപോലെ തന്നെ ലോട്ടറി അടിക്കാനുള്ള മന്ത്രം. ഓക്കെ. മന്ത്രങ്ങൾ ഏത്. പിന്നെ പൂജ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ചിലവുള്ള പൂജയൊന്നുമല്ല നമ്മൾ പറയുന്നത്. വളരെ കഷ്ടിച്ച് ഒരു മാസം മാക്സിമം പോയാൽ 100-150 രൂപയ്ക്ക് പൂജകളുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ചിലവിൽ നമ്മളൊക്കെ കോടികൾ നേടാം ലോട്ടറി. അതുപോലെ ഏത് ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രങ്ങൾ തന്നെ പലതുണ്ട്. ഓരോ കാര്യത്തിലും ഓരോ ദൈവങ്ങളാണ് ഏറ്റവും അഭികാമ്യം. ഓക്കെ. ഇപ്പോൾ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് മാറണമെങ്കിൽ ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുക. ഓക്കെ. വീട്, വാഹനം, പിന്നെ സമ്പത്ത്, അസാമാന്യമായിട്ടുള്ള ധനവരവ്, ഇതൊക്കെ ഓരോ ദൈവങ്ങളെ പ്രാർത്ഥിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് കൂടുതൽ നേട്ടങ്ങളോടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥന ഫലിക്കുക. അതൊക്കെയുണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സമയം കൊള്ളില്ലെങ്കിൽ, അതായത് ലോട്ടറി അടിക്കുമെന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഗ്രഹനില നോക്കണം. ഗ്രഹനില നോക്കണം. അതുപോലെ തന്നെ ലഗ്നവും രാശിയും നോക്കണം. മഹാദശയും അന്തർദശയും നോക്കണം. ഇതെല്ലാം പ്രതികൂലമാണെന്ന് വിചാരിക്കട്ടെ, എങ്കിലും നിങ്ങൾക്ക് ലോട്ടറി നേടാം. പക്ഷേ ഒരു കാര്യമുണ്ട്,
അതിന് പണച്ചെലവൊന്നുമല്ല ഞാൻ പറയുന്നത്. അല്പം കഠിന വ്രതമൊക്കെ അനുഷ്ഠിക്കേണ്ടി വരും അതിന്. പക്ഷെ നടക്കും. പ്രപഞ്ചം മനുഷ്യൻ്റെ ഏതൊരു ആവശ്യത്തിനും നിവൃത്തി ഉണ്ടാക്കാൻ നേടിക്കൊടുക്കുക. മനുഷ്യൻ്റെ ഏത് സ്വപ്നങ്ങളും ആയിക്കോട്ടെ, ഭ്രാന്തൻ സ്വപ്നങ്ങളെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ചോട്ടെ, എന്നാലും നിങ്ങൾക്ക് നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത സ്വപ്നങ്ങൾക്ക് വരെ നിങ്ങളെ സഹായിക്കാൻ പ്രപഞ്ചശക്തി വരും. ഈശ്വരൻ, നമുക്കൊക്കെ അറിയാവുന്ന ഈശ്വരന്മാർ ഇപ്പോൾ അല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യർക്ക് ഈശ്വരനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരാൾക്കും പറ്റില്ല, ശാസ്ത്രത്തിനും പറ്റില്ല. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കാണുന്നതൊക്കെയാണ് സൂര്യൻ, ഭൂമി, കുറേ നക്ഷത്രങ്ങൾ, ആകാശം. ഇത് മാത്രമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത്. നമ്മുടെ സൗരയുദ്ധം പോലും നമ്മുടെ ഗാലക്സി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. എത്ര ഗാലക്സി ഉണ്ട്! നമ്മുടെ ആകാശഗംഗ എന്നറിയപ്പെടുന്ന ഗാലക്സിയെ കൂടാതെ എത്ര ഗാലക്സികളുണ്ട്? ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നെങ്കിലും ഒരിക്കലുമില്ല, 100%. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ ഉത്ഭവം ഊഹിക്കാൻ പോലും പറ്റില്ല. ശാസ്ത്രമൊക്കെ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി വലിയ ഭയങ്കര പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ കെട്ടുകഥകളായിട്ട് പരിണമിച്ചു പോയിട്ടേ ഉള്ളൂ. ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ പോയി വീണിട്ടുള്ള കഥകളെ ശാസ്ത്രത്തിനും ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകളെക്കുറിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ശാസ്ത്രത്തിന് പോലും കെട്ടുകഥകൾ ഉണ്ടാക്കി പരിഹാസ്യരാവുകയും ശാസ്ത്രജ്ഞന്മാർ പോലും ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് ഒരിക്കലുമില്ല. അതിൻ്റെ 10% പോലും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ആ ഒരു പാറ്റേണിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടില്ലെന്ന് മാത്രമല്ല, ചോദ്യങ്ങളുടെ എണ്ണം കൂടുകയുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് ഈശ്വരൻ നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത്രയും വലിപ്പമുള്ള, ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്ക് പൂർണ്ണമായിട്ട് പോയിട്ട് 10% പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിനും പറ്റില്ല. എല്ലാവരും പരാജയപ്പെട്ടു പോയിട്ടുള്ളൂ. ഉത്തരം കണ്ടുപിടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. ഇതുവരെ നടന്നില്ല, ഇനിയോട്ട് നടക്കത്തുമില്ല. ചോദ്യങ്ങളുമായിട്ട് ശാസ്ത്രം സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് അവർക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവരുടെ ചോദ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും. അപ്പോൾ നമുക്ക് ഈശ്വരനെ പൂർണ്ണമായിട്ടും അറിയാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. 10% പോലും നമുക്ക് പറ്റില്ല. ആ ഈശ്വരനോട് നമ്മൾ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന സ്വപ്നങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. അതിനുവേണ്ടി കഠിന വ്രതം അനുഷ്ഠിച്ച് നമ്മൾ പ്രയത്നിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അത് നടക്കും. എന്തും നേടാം. മനുഷ്യന് ആവശ്യമുള്ള, അതായത് അഹങ്കാരമെന്ന് ഏതൊരു മനുഷ്യനും എഴുതിത്തള്ളുന്ന നിങ്ങൾക്കുള്ള ഏത് ഭ്രാന്തൻ സ്വപ്നങ്ങളും നടക്കും, നേടിയെടുക്കാൻ പറ്റും. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ, അതായത് നമുക്ക് വലിപ്പം ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിനോട് നമ്മൾ ഒരു ഭ്രാന്തൻ സ്വപ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അതുവരെ നേടിത്തരുന്ന ഇന്ദ്രജാലക്കാരനാണ് ഈശ്വരൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, കഠിനമായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ കഠിന വ്രതത്തിന് തയ്യാറുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക. എന്തൊക്കെ ചെയ്യണം? കഠിന വ്രതം എന്തൊക്കെയാണ്? വെറുതെ ഇറച്ചി മീനും കൂട്ടാതിരിക്കുക മാത്രമല്ല, വൻ സംഭവങ്ങളുണ്ട്. അതൊക്കെ അറിയാം. ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ. അപ്പോൾ ലോട്ടറി കിട്ടാനുള്ള എല്ലാ വഴികളും നമുക്ക് അന്വേഷിക്കാം. ഭാഗ്യ നമ്പർ അറിയാം, ഭാഗ്യ ഡേറ്റ് അറിയാം, ഭാഗ്യ മുഹൂർത്തം, ലോട്ടറി എടുക്കുന്ന മുഹൂർത്തം അറിയാം, ഏതാണ് നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രം, നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ സാധാരണഗതിയിൽ എന്നുള്ളത് നോക്കാം. അഥവാ നിങ്ങൾക്ക് എല്ലാം പ്രതികൂലമായാൽ പോലും നിങ്ങൾക്ക് ലോട്ടറി കിട്ടാനുള്ള കഠിന വ്രതത്തിനെ കുറിച്ച് അറിയാം. ഏത് മന്ത്രം ചൊല്ലണം, ഏത് പൂജ ചെയ്യണം, ഏത് ക്ഷേത്രത്തിൽ പോകണം, ഇതൊക്കെ അറിയാം. ഞാനുമായിട്ട് വാട്സാപ്പിലൊന്ന് ബന്ധപ്പെട്ട് നോക്കും. വാട്സാപ്പിൻ്റെ നമ്പർ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിൽ ഇയാൾക്കങ്ങ് ലോട്ടറി എടുത്തങ്ങ് അടിച്ചാൽ പോരെ, ചെയ്താൽ പോരെ. ലോട്ടറി അടിക്കുമല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഗ്രഹനില അനുസരിച്ച് ലോട്ടറി അടിക്കില്ല. എനിക്ക് ലോട്ടറി അടിക്കില്ല. കാര്യം എൻ്റെ ഗ്രഹനിലയിൽ രാഹു വളരെയധികം മോശമായിട്ട് നിൽക്കുകയാണ്, പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരുടെയൊക്കെ ജാതകം നോക്കിയിട്ട് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കും. മിക്കവാറും ഒരു ദിവസം 10 ജാതകം പോലും നോക്കാനുള്ള സമയം തികയത്തില്ല. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്ക് ഏതാണ്ട് 29ഓളം ജാതകങ്ങൾ നോക്കാൻ കിടക്കുന്നു. സമയമില്ല. ആദ്യമൊക്കെ ചെറിയ എമൗണ്ടിന് ഞാൻ തുടങ്ങി ജാതകം നോക്കാൻ. പക്ഷേ എത്ര കൂട്ടിയിട്ടും ആൾക്കാരുടെ എണ്ണം കൂടുന്നതല്ലാതെ എൻ്റെ തിരക്കിനൊരു കുറവുമില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. സംഭവം നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടും. നമുക്ക് ഏതിനും എന്തിനും പരിഹാരമുണ്ടാക്കാം. ലോട്ടറി നേടുക മാത്രമല്ല, വേറെ എന്ത് സ്വപ്നവും ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തും ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് നേടാം. കഠിന വ്രതം അനുഷ്ഠിച്ചാൽ എനിക്കും നേടാം. ലോട്ടറി അല്ല എന്തും. പക്ഷെ ഞാൻ കഠിന വ്രതമൊന്നും അനുഷ്ഠിക്കില്ല. അതെന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന വ്രതമല്ലത്. അതികഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിച്ചാൽ ഏതൊരാൾക്കും ലോട്ടറി മാത്രമല്ല എന്തും നേടാം. എനിവേ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ വാട്സാപ്പ് നമ്പർ ആദ്യം പറഞ്ഞു, ബന്ധപ്പെടാൻ ശ്രമിക്കാം. ഓക്കെ. എല്ലാവർക്കും, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം. ശുഭദിനം.